മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തി തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി. സ്വാതന്ത്ര്യ സമരത്തിൽ 1942 ശേഷം മഹാത്മാഗാന്ധിയുടെ പോരാട്ടം ഫലം കണ്ടില്ലെന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നും തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയുടെ വിവാദ പരാമർശം. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ നടന്ന പരിപാടിയിലായിരുന്നു ഗവർണർ ആർ.എൻ. രവിയുടെ വിവാദ പരാമർശം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യസമരം ഒന്നുമില്ലാതായിപ്പോയി എന്ന് പറഞ്ഞ ഗവർണർ ആർ.എൻ. രവി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സൈനിക ചെറുത്തുനിൽപ്പാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടാൻ പ്രേരിപ്പിച്ചതെന്നും പറഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ സമരത്തിൽ കാര്യമായി ഒന്നുമുണ്ടായില്ലെന്നും സമരത്തിൽ തമ്മിലടി മാത്രമാണ് നടന്നതെന്നും ഗവർണർ ആർ.എൻ. രവി കൂട്ടിച്ചേർത്തു. നേതാജിയുടെ ത്യാഗം മറ്റുള്ളവരെ പോലെ തന്നെ അനുസ്മരിക്കപ്പെടുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതാണെന്നും മുഹമ്മദ് അലി ജിന്നയാണ് രാജ്യത്തിന്റെ വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടതെന്നും രവി പറഞ്ഞു. മഹാത്മാഗാന്ധിക്കെതിരായ രവിയുടെ പരാമർശം ഇതോടെ വലിയ വിവാദത്തിനാണ് വഴിവെച്ചത്. പരാമർശം വിവാദമായിട്ടും തിരുത്താൻ ഗവർണർ ആർ.എൻ. രവി തയ്യാറായിട്ടില്ല. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളെ സർവകലാശാല അധികൃതർ നിർബന്ധിച്ചെന്നും പങ്കെടുക്കാത്തവർക്ക് ഹാജർ നിഷേധിച്ചെന്നുമുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.